വെൽക്കം ടു ടീംസ് കിച്ചൺ സീക്രട്സ്. ഇന്ന് നമുക്ക് നല്ലൊരു സാലഡ് ഉണ്ടാക്കാവേ. അതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ, ഇതൊരു ഹാഫ് കുക്കുംബറാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ ഒരു ചെറിയ സവോള, ഒരു മീഡിയം സൈസ് സവോള, ഒരു ടൊമാറ്റോ, ഒരു ഇതുപോലെ ചെറിയൊരു പീസ് ക്യാരറ്റ്, കുറച്ച് നാരങ്ങ, ഒരു ഹാഫ് ലെമണിൻ്റെ ഹാഫ് മതിയെ. കടല എടുത്ത് വെച്ചേക്കുവാണേ. കടല ഉപ്പിട്ട് പുഴുങ്ങിയെടുത്ത് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇനി ഇത് നമുക്ക് അരിഞ്ഞെടുക്കാം. ചിലർ ഇതിൻ്റെ തൊലി കളയത്തില്ല, കുക്കുംബറിൻ്റെ തൊലി കളയാതെ, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. എന്നിട്ട് ഇതുപോലെ അരിഞ്ഞെടുത്താൽ മതി. ഫ്രൈ ഐറ്റത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ, സാലഡ് വളരെ നന്നായിട്ട് ചേർന്ന് പോകുന്ന ഒരു അതല്ലേ. ചിക്കൻ ഫ്രൈ ആണേലും ബീഫ് ഫ്രൈ ആണേലും അല്ല വെറുതെ കഴിക്കാനാണേലും എല്ലാം. പിന്നെ നമ്മളിതിനകത്ത് തൈരും കൂടെ ചേർക്കുന്നുണ്ട്. തൈരിൻ്റെ ഗുണമൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ, നല്ലൊരു പ്രോബയോട്ടിക് ഫുഡാണ് തൈര്. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ചേർക്കുമ്പോഴുണ്ടല്ലോ, കടലയിലാണെങ്കിൽ നല്ല പ്രോട്ടീനുണ്ട്, മുട്ടയിലാണേലും പ്രോട്ടീനുണ്ട്, നല്ല ഫൈബറും പ്രോട്ടീനും പ്രോബയോട്ടിക്കും എല്ലാം കൂടെ ചേർന്ന് നല്ലൊരു അടിപൊളി സാലഡാണ് ഇത് കേട്ടോ. നമ്മൾ ആ കുക്കുംബർ അരിഞ്ഞ ആ ഷേപ്പിൽ തന്നെ ക്യാരറ്റും ഉള്ളിയും എല്ലാം അരിഞ്ഞെടുക്കാൻ നോക്കണേ. ഒരു ക്യാരറ്റ് വേണമെങ്കിൽ ഇടാം കേട്ടോ. ഞാനിതിപ്പം അധികം ഉണ്ടാക്കുന്നില്ലല്ലോ, അതുകൊണ്ടാണ് കുറേശ്ശെ കാണിക്കുന്നത് കേട്ടോ. നമുക്ക് വല്ലാതെ വിശന്നൊക്കെ ഇരിക്കുന്ന സമയത്ത് ഇതുപോലത്തെ ഒരു സാലഡ് ഉണ്ടാക്കി കഴിക്കാമെങ്കിൽ പെട്ടെന്ന് വിശപ്പും അങ്ങ് മാറി കിട്ടും. നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതുമാണ്. ടൊമാറ്റോയും നമ്മൾ അതുപോലെ ആ ഒരു ഷേപ്പിൽ വേണം അരിയാൻ. നമുക്കിതെല്ലാം ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം. നമ്മളിപ്പോൾ ഈ വെജിറ്റബിൾ എല്ലാം ഇവിടെ ഇതേപോലെ ഈ ഷേപ്പിലൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊരു ഡ്രസ്സിങ് ആവശ്യമാണ്. അപ്പോൾ നമുക്കിത് അതുണ്ടാക്കാം. അതിനായിട്ട് നമ്മൾ നല്ല കട്ട തൈര്, സാലഡിന് എടുക്കുമ്പോൾ നമ്മൾ അധികം പുളി വരാൻ പാടില്ലേ. തൈര് ഒരു 2 ടേബിൾ സ്പൂൺ തൈര് വേണേ. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ക്രഷ്ഡ് ചില്ലിയാണ്. 1/4 ടീസ്പൂൺ മതി, കാരണം ഒരുപാട് എരിവ് ഇതിനാവശ്യമില്ലല്ലോ. അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇനി വേണ്ടത് കുറച്ച് ഒലിവ് ഓയിലാണ്, ഒരു 1/2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ. ഹണി വേണേ. ഹണി നിങ്ങളുടെ ഇഷ്ടത്തിന് കേട്ടോ. ഇത് ഞാനിവിടെ 1/2 ടേബിൾ സ്പൂണേ എടുക്കുന്നുള്ളേ. പിന്നെ നമുക്കൊരു ഹാഫ് ലെമൺ, അതിൻ്റെ ജ്യൂസും കൂടെ വേണം. നന്നായിട്ടൊന്ന് മിക്സ് ആക്കണേ. എരിവൊക്കെ ഉണ്ടല്ലോ, നമുക്കിപ്പോൾ ഒരു സ്വല്പം എരിവും കൂടെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒക്കെ നമുക്ക്, അത് നമ്മുടെ ഇഷ്ടത്തിനാവും. നമുക്കിനി ആവശ്യത്തിന് ഉപ്പ് നമ്മൾ ഇതുവരെ ആഡ് ചെയ്തിട്ടില്ലായിരുന്നേ. ഇപ്പോൾ ഒലിവ് ഓയിലായി, ഹണിയായി, ലൈം ജ്യൂസായി, കേർഡ്. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഉപ്പൊന്ന് നോക്കിക്കോണേ. ഇനി നമുക്ക് ഇതിലേക്ക് ഈ അരിഞ്ഞു വെച്ച വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാവേ. ഇനി പുഴുങ്ങിയ കടലയില്ലേ, ഇതും കൂടെ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. കടലയൊക്കെ നല്ല പ്രോട്ടീൻ അടങ്ങിയ ഭക്ഷണമാണ് കേട്ടോ. നമുക്ക് ഈ ഫൈബറും നല്ല വൈറ്റമിൻസും പ്രോട്ടീനും. മുട്ട ചേർക്കാൻ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഇതിനകത്ത് ഒരു മുട്ട പുഴുങ്ങിയത് ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞും കൂടെ ഇതിനകത്ത് ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇതിനകത്ത് ചേർത്തില്ലെന്നേ ഉള്ളേ. ഇനി നമുക്കിതിനകത്ത് ഒരു 1/2 ടീസ്പൂൺ ചിയ സീഡ് ഞാൻ ചേർത്ത് കൊടുക്കും. ഇതൊരു ഭംഗിക്ക് ചേർക്കുന്നതാണ് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ വേണ്ട, ഇത് ഓപ്ഷനല്ല കേട്ടോ. ചിയ സീഡൊക്കെ ഹെൽത്തിന് വളരെ നല്ലതാണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഇതിനകത്ത് ചേർക്കുന്നത്. നമ്മുടെ വളരെ ഹെൽത്തി ആയിട്ടുള്ള സാലഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഹെൽത്തി മാത്രമല്ല, ഭയങ്കര ടേസ്റ്റുമാണ്. ഇതിനകത്ത് ചേർന്നേക്കുന്നത് ആ ഒരു പുളിയില്ലാത്ത തൈരും ഹണിയും ഒലിവ് ഓയിലും പിന്നെ ആ ചില്ലി ഫ്ലേക്സിൻ്റെ ആ ഒരു എരിവും മധുരവും എരിവും പുളി എല്ലാം കൂടെ ചേർന്ന് നല്ല മിക്സ് ആയിട്ടുള്ള അടിപൊളി ഒരു സാലഡാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യണം കേട്ടോ. ഇത് നല്ല ഗുണമുള്ള സാധനങ്ങളുമാണ് ഇതിനകത്ത് ചേർന്നേക്കുന്നത് അല്ലേ. നമുക്ക് വേണമെങ്കിൽ ഒരു നേരത്തെ ഫുഡ് ഒന്ന് അവോയ്ഡ് ചെയ്തിട്ട് കുറച്ച് സാലഡ്, നല്ലൊരു ബൗള് സാലഡ് കഴിച്ചാലും ശരീരത്തിന് വളരെ നല്ലതാണ്. അപ്പോൾ വല്ലപ്പോഴും ഒക്കെ ഇതുപോലത്തെ സാലഡ് ഉണ്ടാക്കി അങ്ങനെ കഴിക്കുക. ഇപ്പോൾ ഒരു സ്വല്പം മധുരമൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ ഹണിയൊക്കെ ഒരു ടേബിൾ സ്പൂൺ ഹണി ഒഴിക്കാം. അങ്ങനെ എരിവിനോട് ഇച്ചിരി താല്പര്യമുള്ളവരാണെങ്കിൽ ഒരു സ്വല്പം കൂടെ എരിവൊക്കെ ആഡ് ചെയ്യാം. ഇത് നോർമൽ എരിവാണ് കേട്ടോ. 1/4 ടീസ്പൂൺ മതി. നമ്മൾ എല്ലാം കുറേശ്ശെല്ലാം എടുത്തിട്ടുള്ളൂ. കുക്കുംബർ ആണേലും ഹാഫേ എടുത്തിട്ടുള്ളൂ, ക്യാരറ്റ് ആണേലും ഹാഫേ എടുത്തിട്ടുള്ളൂ. അതുകൊണ്ടാണ് ആ ഒരു 1/4 ടീസ്പൂൺ വീതം നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാൻ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും കേട്ടോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം. താങ്ക് യു.